ഞാനിവിടെ വെജിറ്റബിൾസ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ബീൻസ് കണ്ടോ നിങ്ങൾ? ഈ ബീൻസ് വെച്ചിട്ട് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ഉണ്ട്. എന്താണെന്നറിയോ? ഷീ ഈസ് ഫുൾ ഓഫ് ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഭയങ്കര സ്മാർട്ടാണെന്നാണ്. ഇപ്പോൾ നമ്മൾ പറയില്ല അവൾ പയറുമണി പോലെ ഓടിയെടുക്കാന്നൊക്കെ പറയില്ലേ, ആ പയറുമണിയാണ് ഇത് കേട്ടോ. സോ ഷീ ഈസ് ഫുൾ ഓഫ് ബീൻസ് എന്ന് പറയാം. പിന്നെ ഇതാ എൻ്റെ ബാക്കിൽ നിങ്ങൾ ബനാനാസ് കണ്ടോ? ഈ ബനാനാസിന് ഭ്രാന്ത് പിടിച്ചത് എന്നൊരർത്ഥമുണ്ട്. ഫോർ എക്സാമ്പിൾ അവൾ ഭ്രാന്ത് പിടിച്ചു പോയി എന്നിങ്ങനെ പറയാം, ഷി വെന്റ് ബനാനാസ്. ഓക്കെ, ഇപ്പോൾ ഈ ഭ്രാന്ത് പിടിക്കുന്നതിനെ ഒക്കെ നമുക്ക് മാഡ് ആയിട്ടുള്ളതിനൊക്കെ നമുക്ക് ബനാനാസ് എന്ന് പറയാം കേട്ടോ. അതിൻ്റെ ബാക്കിൽ കണ്ടോ നിങ്ങൾ അച്ചാർ ഇരിക്കണേ? ഈ അച്ചാറിനും ഉണ്ട് ഇതുപോലൊരു കാര്യം കേട്ടോ. അതായത് പ്രശ്നത്തിലാണ്, ഈ ട്രബിളിലാണെന്ന് പറയാനായിട്ട് നമുക്ക് ഇതുപോലെ ഈ പിക്കിൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഷീസ് ഇൻ പിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പ്രശ്നത്തിലാണെന്നാണ് കേട്ടോ. അപ്പോൾ പിക്കിൾ എന്ന് പറയുമ്പോൾ പ്രശ്നം, ബനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചത്, പിന്നെ ഈ ബീൻസിന് സ്മാർട്ട് എന്നുകൂടെ അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഈ ആഴ്ച. ഇതുപോലെ സിമ്പിളായിട്ട് വളരെ രസകരമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക്